ഹരേ കൃഷ്ണ. കർമ്മദോഷമൊന്നും അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അസുഖങ്ങളും എല്ലാം കുറയാൻ തുടങ്ങും. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളുടെയും കാരണം നമ്മുടെ മുജ്ജന്മ കർമ്മദോഷമാണല്ലോ, അല്ലേ? അത് വാക്കുകളെ കൊണ്ടായാലും പ്രവൃത്തികളെ കൊണ്ടും, ഇനി ചിന്തകൾ പോലും മോശമായാൽ അതൊക്കെ ദോഷകർമ്മത്തിൽപ്പെടും. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് നാമജപം. ഒരു അസുഖത്തിന് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ ഡോക്ടർ മരുന്ന് കുറിച്ച് തരില്ലേ? അതുപോലെ ഭഗവാൻ നമുക്ക് കുറിച്ച് തന്നതാണ് ഈ മന്ത്രങ്ങളൊക്കെ. നമ്മളുടെ അസുഖങ്ങളൊക്കെ ഭേദമായി നമ്മൾ സുഖമായി ഇരിക്കുന്നത് പോലെ തന്നെ മന്ത്രജപം കൊണ്ട് നമ്മുടെയൊക്കെ കർമ്മദോഷവും മാറി നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും. ഈ അസുഖങ്ങളെക്കാളൊക്കെ അതിലും എത്രയോ വലുതാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വെച്ച കർമ്മദോഷങ്ങൾ. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാൻ നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ നാമം ജപിക്കേണ്ടി വരും. എന്നാൽ എന്താ, എല്ലാം മാറി സമാധാനപൂർണമായ ഒരു ജീവിതം കിട്ടെങ്കിൽ പിന്നെ എന്താ, ജപിച്ചൂടെ? അതെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ ഭഗവാന്റെ നാമം ജപിക്കുക. പിന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അതിന് അജപാജപം എന്ന് പറയുന്നു. അത് വളരെ ഉയർന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ ജപിക്കാൻ സാധിക്കുമോ? ഇല്ല. നെഗറ്റീവ് എനർജി ഉള്ളവർക്ക് അങ്ങനെ തോന്നുകയേയില്ല. അങ്ങനെയുള്ളവരോട് ഉപദേശിക്കാനും പോവേണ്ട. അവർ ഭഗവാനെക്കുറിച്ചോ നാമങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും മോശം പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ നമ്മളാവുകയേ ചെയ്യേണ്ട. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യം, അസുഖങ്ങൾ, മരണം ഇവയൊക്കെയാണ്. അതെ, മനുഷ്യജന്മത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇത് നമ്മളെ വളരെയേറെ ബാധിക്കുന്നു. നമ്മൾ തളർന്നു പോകും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ. ഇതിൽ ആദ്യം ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ ഭഗവാനിലേക്ക് വളരെയേറെ അടുക്കുന്നതിലൂടെ നിങ്ങളുടെ ദാരിദ്ര്യം കുറയുന്നു. അതിന് പണസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. പിന്നീട് സുഖമായി ജീവിക്കാനുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പിന്നെ അസുഖം. രണ്ടാമത്തെ കാര്യം അസുഖം. ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകൾക്കും മുജ്ജന്മ കർമ്മദോഷം മൂലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അതിനുള്ള സൊല്യൂഷനും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ എങ്ങനെ സാധിക്കും. നിങ്ങൾ ചികിത്സിക്കേണ്ടത് എവിടെയാണെന്നും കഴിക്കേണ്ട മരുന്ന് എല്ലാം ഒരു ഡോക്ടറുടെ രൂപത്തിൽ ഭഗവാൻ നിർദ്ദേശിക്കും. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ധാരാളം ഡോക്ടർമാരെ കണ്ടു എന്നിട്ടും അസുഖം ഒന്നും ഭേദമായില്ല എന്നൊക്കെ. എന്നാൽ യഥാർത്ഥ ഭക്തർക്ക് അങ്ങനെ വലയേണ്ടി വരില്ല. ധന്വന്തരമൂർത്തിയാണ് ഭഗവാൻ. വളരെ വിശ്വാസത്തോടെ നാരായണീയത്തിലെ ദശകം 8 ശ്ലോകം 13 ഒരു ദിവസം 108 തവണ 48 ദിവസം ജപിക്കുക. എല്ലാ രോഗങ്ങളും വൈകല്യങ്ങളും സുഖപ്പെടുത്തുന്നു. ക്യാൻസർ വരെയുള്ള അസുഖങ്ങളും ഭേദപ്പെടും. ധന്വന്തര മന്ത്രവും ജപിച്ച് മരുന്നും സേവിച്ചാൽ ഏത് രോഗപീഠകളും കുറയും. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്നു മാത്രം. എനിക്ക് സുഖം പ്രാപിക്കും, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാ അസുഖവും പരിപൂർണമായി സുഖപ്പെടും. പിന്നെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ കാര്യം വേണ്ടപ്പെട്ടവരുടെ മരണമാണ്. ഒരു വ്യക്തി ഭൗതിക ശരീരമല്ലെന്നും മറിച്ച് ആത്മാവാണെന്നും ആ ആത്മാവിന് നാശമില്ലെന്നും അതിനാൽ മരണം എന്നത് നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ ഒരു വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ഉള്ളൂ എന്നുമുള്ള ജ്ഞാനം ഭക്തർക്ക് ലഭിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ജ്ഞാനികൾ മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ വേണ്ടി ദുഃഖിക്കുന്നില്ല. വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് ശരീരത്തെ മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്നും അത് നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ആണെന്നുള്ള പാഠം എല്ലാ ഭക്തർക്കും അറിയാം. ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും ഭഗവാൻ കൂട്ടിനുണ്ട് എന്നുള്ള ഉറപ്പും അവർക്കുണ്ട്. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.